നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കൊണ്ടുവന്ന നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകളുമായി ഗൾഫ് രാഷ്ട്രങ്ങൾ രംഗത്തെത്തുകയാണ്. പ്രവാസികൾക്ക് ഇനി മുതൽ ആശ്വാസത്തോടുകൂടി തന്നെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് UAE, ബഹ്റൈൻ പോലുള്ള രാഷ്ട്രങ്ങൾ യാത്രാ നടപടികൾ കൂടുതൽ സുതാര്യമാക്കിയിരിക്കുകയാണ്. അത്തരത്തിൽ ബഹ്റൈനിൽ നിന്നും ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. യാത്രക്കാർക്ക് യാത്രാ മാനദണ്ഡങ്ങൾ കൂടുതൽ ലളിതമാക്കിയിരിക്കുകയാണ്. പുതുക്കിയ യാത്രാ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് ബഹ്റൈനിലേക്ക് വരുന്ന യാത്രക്കാർ താമസരേഖ കാണിക്കേണ്ടതില്ലെന്ന് എയർ ഇന്ത്യ അറിയിക്കുകയുണ്ടായി. വാക്സിൻ എടുത്തവർക്കും എടുക്കാത്തവർക്കും ഇത് ബാധകമാണ്. അതോടൊപ്പം തന്നെ വാക്സിൻ സ്വീകരിക്കാത്തവർക്കും ബഹ്റൈനിൽ ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് അധികൃതർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് യാത്രക്കാർ താമസരേഖയും ഹാജരാക്കേണ്ടതില്ലെന്ന അറിയിപ്പ് എയർ ഇന്ത്യ പുറത്തിറക്കിയത്. ഇത് അനവധി പ്രവാസികൾക്ക് ആശ്വാസമായി മാറിയിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയോ ബഹ്റൈനോ അംഗീകരിച്ച വാക്സിൻ സർട്ടിഫിക്കറ്റുമായി വരുന്നവർ യാത്ര പുറപ്പെടും മുമ്പുള്ള കോവിഡ് PCR ടെസ്റ്റ് നടത്തേണ്ടതില്ല എന്നതാണ് മറ്റൊരു അറിയിപ്പ്. ബഹ്റൈനിൽ 10 ദിവസത്തെ ക്വാറന്റൈനും ഇവർക്ക് ആവശ്യം. അതേസമയം വാക്സിൻ സർട്ടിഫിക്കറ്റിൽ സ്കാൻ ചെയ്യാൻ കഴിയുന്ന QR കോഡ് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ വാക്സിൻ സ്വീകരിക്കാത്ത 6 വയസ്സിന് മുകളിലുള്ള യാത്രക്കാർ 72 മണിക്കൂറിനുള്ളിൽ ലഭിച്ച PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് യാത്രാവേളയിൽ ഹാജരാക്കിയിരിക്കണം. ഈ സർട്ടിഫിക്കറ്റിൽ QR കോഡ് ഉണ്ടായിരിക്കണമെന്നും നിബന്ധനയും അധികൃതർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. സ്കാൻ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഓൺലൈൻ PDF സർട്ടിഫിക്കറ്റും കൈവശമുള്ള അതിന്റെ പ്രിന്റൌട്ടും സമാനമായിരിക്കണം എന്നതാണ് നൽകിയിരിക്കുന്ന മറ്റൊരു നിർദ്ദേശം. ബഹ്റൈനിൽ വിമാനത്താവളത്തിൽ അധികൃതർ കർശന പരിശോധന നടത്തുന്നതിനാൽ തന്നെ യാത്രക്കാർ ഇക്കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കണമെന്നും എയർ ഇന്ത്യ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇതുകൂടാതെ 6 വയസ്സിൽ താഴെയുള്ളവർക്ക് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതേണ്ട ആവശ്യമില്ല. വാക്സിൻ ലഭിക്കാത്ത 12 വയസ്സിന് മുകളിൽ പ്രായമുള്ള യാത്രക്കാർ താമസ സ്ഥലത്ത് 10 ദിവസം ക്വാറന്റൈനിൽ കഴിയേണ്ടതാണ്. വാക്സിൻ സ്വീകരിച്ചവരും അല്ലാത്തവരുമായ യാത്രക്കാർ ബഹ്റൈനിലെത്തിയാൽ തന്നെ 3 PCR ടെസ്റ്റുകൾ നടത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യത്തേത് ബഹ്റൈൻ വിമാനത്താവളത്തിൽ വെച്ചും 2ാം ടെസ്റ്റ് 5ാം ദിവസവും 3ാം ടെസ്റ്റ് 10ാം ദിവസവുമാണ് നടത്തേണ്ടതെന്നും അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. നിബന്ധനകൾ ലളിതമാക്കിയെങ്കിലും ഓരോന്നും കൃത്യമായി തന്നെ പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.